കാരണം മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇടക്കാല ഉത്തരവായി വരികയാണ്. രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പ്രോസിക്യൂഷന്റെ എതിർപ്പ് ഹൈക്കോടതി പരിഗണിച്ചില്ല. ഡിസംബർ 15-നായിരിക്കും വിശദമായിട്ടുള്ള വാദം കേൾക്കുക. മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കോട്ടത്തിന്റെ കേസിൽ അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഹൈക്കോടതി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ 10ാമത്തെ ദിവസമാണ് ഇന്ന്. ഇതുവരെയും പോലീസിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. എവിടെയാണ് എന്നുള്ള ചോദ്യമായിരുന്നു ബാക്കി നിന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ നിമിഷം മുന്നിലേക്ക് വരുന്നത്. രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഏത് വിധത്തിലായിരിക്കും ഇനി 15-ാം തീയതി ഹൈക്കോടതിയിൽ വിശദവാദമേൽക്കുമ്പോൾ കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു നിൽക്കുന്നത്. സെഷൻസ് കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വാദങ്ങൾ ഉൾപ്പെടെ കേട്ടതാണ്. അതിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ബിനിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബിനിൽ, ഈ മുൻകൂർ ജാമ്യ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് തെളിവ് വേണമെങ്കിലും ഹൈക്കോടതിയിൽ എത്തിക്കും, അതിന് താൻ സഹകരിക്കും എന്നുള്ള രീതിയിൽ ഈ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ രാഹുലിന് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ടെങ്കിലും ആശ്വസിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്. എങ്ങനെയായിരിക്കും രാഹുലിന്റെ തുടർ നീക്കങ്ങൾ ഇനി ഇതിൽ മുന്നിലേക്ക് പോകാനുള്ള സാധ്യത? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ കേസിൽ അറസ്റ്റ് തടയുമെന്നത് ഒരു വലിയ പ്രതീക്ഷയായി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടതി ആ ഹർജിയിലെ കാര്യങ്ങളെല്ലാം വിശദമായി വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് ആ കോടതിയിലേക്ക് എത്തിയത്. കാരണം ഇന്ന് രാവിലെ കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യ ഹർജി വന്നു കഴിഞ്ഞാൽ അത് പ്രോസിക്യൂഷന്റെ നിലപാട് അറിയുന്നതിന് വേണ്ടി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് പ്രതിഭാഗം അഭിഭാഷകരെത്തി ആ കാര്യം ഇന്ന് പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സാധാരണ നിലയിൽ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതി തുടങ്ങിയപ്പോൾ തന്നെ കോടതിയിൽ എത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി നേരിട്ട് തന്നെ എത്തിയിരുന്നു. അവർ രണ്ടുപേരും കോടതിയിലുള്ളപ്പോഴാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതി മുമ്പാകെ താൻ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്, ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വാദത്തിന് താൻ തയ്യാറാണ്, പ്രോസിക്യൂഷന് സമയം ആവശ്യമാണ് എങ്കിൽ അവർക്ക് ആ സമയമെടുക്കാം, പക്ഷേ ആ സമയം വരെ എന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതാണ് കോടതി അംഗീകരിച്ചത്. കാരണം പ്രതിഭാഗം വാദത്തിന് തയ്യാറായി വരുന്നു, ആ സമയത്ത് ഈ അറസ്റ്റിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥന നടത്തുന്നു. അതോടൊപ്പം തന്നെ ആ ഹർജിയിലെ ചില കാര്യങ്ങൾ, ആ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് പോയിരിക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ പ്രോസിക്യൂഷന്റെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ അത് ഹൈക്കോടതി പരിഗണിച്ചതേയില്ല. കാരണം ആ ഹർജിയിലെ കാര്യങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കോടതിയുടെയും ശ്രദ്ധയിലേക്ക് വന്നു. അതായത് ഈ രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അടുത്ത സൗഹൃദത്തിലുള്ള ആളുകൾ ആയിരുന്നു എന്നത് പറയുന്നുണ്ട്. ആ സൗഹൃദം വളർന്ന് ഉഭയസമ്മത പ്രകാരമുള്ള ആ ബന്ധത്തിലേക്ക് തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. ആ പരാതിക്കാരിയായ യുവതി വിവാഹിതയാണ്, ആ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം തുടർന്നു പോയത് എന്ന കാര്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, നിയമത്തിന്റെ കണ്ണിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന വാദം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോടതി അത് തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി അറസ്റ്റ് തടഞ്ഞുള്ള നിർദ്ദേശത്തെ എതിർക്കുന്ന ഘട്ടത്തിൽ കോടതിയും ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. ഇതിൽ ഈ പ്രതി തന്നെ ചില കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്.
അതിലൊക്കെ കൃത്യമായ ചില വിവരങ്ങളിലേക്കും വാദങ്ങളിലേക്കും പോകേണ്ടി വരും എന്ന് കോടതി കൃത്യമായും സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് 15-ാം തീയതി ഇതിൽ വിശദമായി വാദം കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുക. കോടതിക്ക് മുന്നിൽ ഇതുപോലൊരു ഹർജി നിലനിൽക്കുമ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമാവില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവരുത് എന്ന് കൃത്യമായും കോടതി നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബിനിലാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.